നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സുഡാപ്പി ഭീകരന്മാർക്ക് എത്രത്തോളം വലിയ ശക്തി വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമായിരുന്നു, അല്ലെങ്കിൽ ഒരു കലാപമായിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് 17-ാം തീയതി നാഗ്പൂരിൽ നടന്നത്. ചെറിയ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വിഷയം ഇവിടെ പറയുമ്പോഴേക്കും ആയുധങ്ങളുമായിട്ട് ഈ ഭീകരവാദികൾ നമ്മുടെ തിരുവോരങ്ങളിൽ പൂർണ്ണമായിട്ട് വന്നിറങ്ങി ഏകപക്ഷീയമായിട്ട് ഹൈന്ദവ സമൂഹത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ ഭീകരത കൃത്യമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായിട്ടുള്ള, അല്ലെങ്കിൽ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ശവകുടീരം അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്ന് അവിടുത്തെ ദേശീയവാദികളായിട്ടുള്ള ജനത സംസാരിക്കുന്ന സമയത്ത്, ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ആയുധമെടുത്ത് ഇവർക്ക് ഇതിൽ മറിച്ചൊരു അഭിപ്രായമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടാം, കോടതിയുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് ഹാഫിഖ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അവിടെയുള്ള ഒരു ഭീകര തലവൻ, ഇവന്റെ നേതൃത്വത്തിൽ 500-ഓളം ആളുകൾ ചേർന്നുകൊണ്ട് ഈ നാഗപ്പൂരിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനുപരിയായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട് ഇവർക്ക്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തങ്ങൾ ജയിലിൽ പോകുമെന്നൊക്കെ ഇവർക്കറിയാം. അത് ഒരു സംശയമില്ല. അതിൽ പൂർണ്ണമായിട്ടും അവരത് എല്ലായ്പ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. പക്ഷെ ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയിലിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമില്ല. ഈ ഫാഹിം ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു കലാപത്തിൽ ഇപ്പോൾ ഈ ഫാഹിം ഖാൻ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ രാജ്യവിരുദ്ധ കുറ്റം ചുമത്തിയിട്ടുള്ളത് UAPA പ്രകാരമാണ് ഇവനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. സംശയമില്ല. ഏകദേശം 105-ഓളം ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ്. ബാക്കി എല്ലാവരും മുങ്ങിയിരിക്കുകയാണ്. ഇവർ സ്വഭാവം ഇതാണല്ലോ, ഈ മുങ്ങുക എന്നുള്ളതാണ് ഈ സുഡാപ്പികളെ പ്രധാനപ്പെട്ട അജണ്ട. ഒളിച്ചിരുന്നും പാത്തിരുന്നുമാണല്ലോ ഇവർ നമ്മുടെ സമൂഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് വലിയ രീതിയിൽ തന്നെ വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടാടുന്ന ഒരു സംഭവം തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നാഗ്പൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇവരുടെ സ്വാധീനം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിൽ ഒരു തെല്ലും സംശയമില്ല. നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, കൊച്ചിയിൽ PFI നിരോധനത്തിന് തൊട്ട് മുന്നോടിയായിട്ടുണ്ടായിരുന്ന പല പോപ്പുലർ ഫ്രണ്ട് നടത്തിയ പരിപാടികൾ അടക്കം രാത്രി 12 മണിക്ക് വരെയും ഇവര് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും ഈ ഭീകരവാദികളുടെ വലിയ രീതിയിൽ അഴിഞ്ഞാട്ടം നടന്നിട്ടുണ്ട്. അത് ബാംഗ്ലൂർ ആണെങ്കിലും അഹമ്മദാബാദ് ആണെങ്കിലും മുംബൈ ആണെങ്കിലും എവിടെയാണെങ്കിലും ദില്ലി ആണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ജിഹാദി ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തി മുന്നോട്ട്. അപ്പൊ ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ദേവേന്ദ്ര ഫഡ്നവിസ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇവരുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം അത് പൂർണ്ണമായിട്ടും ഇവരുടെ സ്വത്തുക്കൾ കെട്ടി അത് വിറ്റ് ആ പണം ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുമെന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇതെവിടം വരെയും ഈ വിഷയങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലെയുള്ള സുഡാപ്പി ഗ്രൂപ്പുകളാണ്. കാരണം അവർക്ക് ഏതെല്ലാം തരത്തിലൂടെ അഴിഞ്ഞാടാൻ സാധിക്കും അതെല്ലാം അവർ ചെയ്യും. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ള, ഇവർക്ക് ശക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം കൊടുത്തിട്ടുള്ള ആരാണ്? അത് ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരുകളായിരുന്നു വർഷങ്ങളോളം ഭരിച്ചിട്ടുള്ള. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത്. അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നമ്മുടെ ഈ കൊച്ചു കേരളവും ഇതുപോലെ നാഗപ്പൂർ നടത്തിയിട്ടുള്ള ഈ ജിഹാദി ഗ്രൂപ്പുകൾ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ശക്തിയിലേക്ക് ഇവരിവിടെ ശക്തി ആർജിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് BJP ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ 1999 മുതൽ 2004 വരെ ഭരിച്ചിരുന്ന സമയത്താണെങ്കിലും, അത് കഴിഞ്ഞ് 10 വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ മോദി ഭരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കൃത്യമായിട്ട് അവരവരുടെ ശക്തി ഇവിടെ നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് തന്നെ ഇതിനൊരു തടയിടാൻ വേണ്ടിയുള്ള നിയമ സംവിധാനങ്ങളും നടപടിക്രമങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വേണ്ടത്. കാരണം ഇവിടെ നാഗ്പൂരിലെ ജനത നമ്മൾക്കറിയാം, BJP വലിയ രീതിയിൽ തന്നെ നാഗ്പൂരിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ
കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വർഷങ്ങളോളം വോട്ട് ചെയ്ത ആളുകൾ പെട്ടെന്ന് BJP-യിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. അത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ ജിഹാദി ഗ്രൂപ്പുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. RSSന്റെ പോലും ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള നാഗ്പൂർ RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ RSS എന്നൊരു സംഘടനയ്ക്ക് പോലും വലിയ സ്വാധീനമുള്ള നാഗ്പൂരിൽ പോലും ഇവർക്ക് ഇതുപോലെ കലാപങ്ങൾ നടത്താനുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു ത്വര ഇവർക്കുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രാജ്യത്ത് ഏത് സിറ്റിയാണ് സുരക്ഷിതമായിട്ടുള്ളത്? ഇവിടെ സ്ഫോടനങ്ങൾ നടത്തുക എന്നുള്ളതിനുപരിയായിട്ട് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ്. സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു 10 പേർ കൊല്ലപ്പെടുക എന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു കലാപങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടി പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം വരുന്നു, ആക്രമിക്കുന്നു, വലിയ രീതിയിലൊരു സംഘർഷം നിലനിർത്തുന്നു. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ജിഹാദി വികാരം ഇവർ വലിയ രീതിയിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതാണ്. അതിൽ തർക്കമില്ല. ഇത് BJP അധികാരത്തിലിരിക്കുന്നതോ കോൺഗ്രസിൽ അധികാരത്തിലിരിക്കുന്നതോ ഒന്നും ഇവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവർ പലപ്പോഴായിട്ട് പോയിട്ട്. പക്ഷെ ഇപ്പൊ സമയവും കാലവും എല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ സുഡാപ്പികളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഇവർ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഭീകര ഗ്രൂപ്പുകളെ കൃത്യമായിട്ട് തന്നെ തടയിടാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് 2014 മുതലേക്ക് തന്നെ മോദി സർക്കാർ ഇവിടെ നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ വീടുകൾ ഇടിച്ചു നിരത്താനും അല്ലെങ്കിൽ ഈ ഭീകരന്മാർ താമസിച്ചിരുന്ന പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്ത് എടുക്കാനുള്ള പരിപാടിയിലാണ്. അതിൽ തർക്കമൊന്നുമില്ല. മാർച്ച് 30 നരേന്ദ്രമോദി നാഗപ്പൂർ സന്ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അവിടുത്തെ സുരക്ഷയെ സംബന്ധിച്ച് പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സുഡാപ്പി ഭീകര ഗ്രൂപ്പുകൾ അവിടെ നടത്തിയിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള നയം തന്നെയാണ്. ഔറംഗസേബിനെ പോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി, മുഗൾ രാജവംശത്തിന്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം പോലും ആക്രമിച്ച് തകർത്ത് കളഞ്ഞിട്ടുള്ള വ്യക്തി, അങ്ങനെ ഒരു വലിയ രീതിയിൽ ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ജസിയ എന്ന് പറയുന്ന സംവിധാനം ഉൾപ്പെടുത്തി പണം കൊടുത്തുകൊണ്ട് മാത്രമേ ഇവിടെ ഹിന്ദുവായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു ഭീകരൻ, ഈ ഭീകരന്റെ ശവകുടീരം ഇരിക്കുന്നത് ഏത് സ്ഥലത്താണെങ്കിലും അത് പൊളിച്ചു മാറ്റുക എന്നുള്ള നയം അവിടുത്തെ സർക്കാർ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. നിയമപരമായിട്ട് അത് പൊളിക്കാനുള്ള ഒരു നിലപാട് എടുക്കുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇവിടുത്തെ ഈ ജിഹാദി ഗ്രൂപ്പുകളെ സംബന്ധിച്ച് ഇവരെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയമായിട്ട് പോലും എന്തിനു വേണ്ടിയിട്ട് ഇവർ അപ്രതീക്ഷിതമായിട്ട് ഇതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തെ എല്ലാ കോണുകളിലും ഈ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഇതുപോലെ സംഘടിതമായിട്ട് 500 or 1000 ആളുകൾ പെട്ടെന്ന് തന്നെ സംഘടിച്ചെത്തി ആ സമൂഹത്തെ പൂർണ്ണമായിട്ട്, ആ നഗരത്തെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ത്രാണിയിലേക്ക് ജിഹാദി ഗ്രൂപ്പുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് സംഘടിതമായിട്ട് നിലകൊള്ളുന്നുണ്ടെന്നുള്ള തർക്കമില്ല. ഇവർ കൃത്യമായിട്ട് UAPA പോലുള്ള നടപടികൾ അല്ലെങ്കിൽ നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ജയിലിൽ അടക്കുക എന്നല്ലാതെ മറ്റൊരു നടപടിയുമില്ല. അതിപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്.